മണി പ്ലാന്റിന് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്താലോ? അമ്പരപ്പിക്കുന്ന റിസൾട്ട് കാണാം. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മതി. വീടിന് മുറ്റത്ത് കുറച്ച് മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മതിലിനോട് ചേർത്തിട്ട് ചുമരിനോട് ചേർത്തിട്ട് പടർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലാണ് വെക്കുന്നത്. ഈ കുപ്പികൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഇതിൻ്റെയൊക്കെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പ്ലാന്റ് വെക്കുന്നത്. എനിക്ക് മണി പ്ലാന്റ് കൂടുതൽ വളർത്താൻ ഇഷ്ടം മണ്ണിലാണ്. ഞാൻ അകത്ത് വെക്കുന്ന പോട്ടിലെല്ലാം മണ്ണ് നിറച്ചിട്ടാണ് ഞാൻ പ്ലാന്റ് നട്ടിട്ടുള്ളത്. ഇത് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ വെക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. വേര് പിടിച്ച് കഴിഞ്ഞാൽ ഞാനത് മണ്ണിലേക്ക് മാറ്റും. ആദ്യം തന്നെ നമ്മുടെ ഹാളിലൊരു ടീപ്പോയുടെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരു ചായക്കപ്പാണ് കേട്ടോ. ഇതിൽ ഈ ഒരു മണി പ്ലാന്റ് എന്ന് വെച്ചാൽ മങ്കി മാസ് മണി പ്ലാന്റ് ആണ്. സെറാമിക്കിൻ്റെ ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണ് നിറച്ചിട്ടാണ് അതിൽ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഹാളിൽ തന്നെ ഇതുപോലൊരു കോർണർ ഉണ്ട്. അപ്പോൾ ഇതാ അവിടെ കാണുന്ന ഈ പ്ലാന്റാണ് എൻജോയ് പോത്തോസ്. ഇതൊരു സ്ക്വയർ ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിലാണ് ഈ എൻജോയ് പോത്തോസ് നട്ടിട്ടുള്ളത്. നിറച്ചും മണ്ണൊക്കെ നിറച്ചിട്ട്. അപ്പോൾ അടിയിൽ ബേസായിട്ട് കൊടുത്തിട്ടുള്ളത് ചകിരിച്ചോറാണ്. വീട്ടിലെ ചകിരി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നിയോൺ പോത്തോസാണ്. ഒരു ലൈറ്റ് മഞ്ഞ കളറിലുള്ള ഒരു പോത്തോസ്. ഇത് ജേഡ് പോത്തോസ്. ഇത് മാർബിൾ പോത്തോസുമാണ്. ഇനിയുള്ളത് ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. ഈ പോട്ടിലൊക്കെ നിൽക്കുന്നത് പോലെ ബുഷിയായി നിൽക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു 3 കള്ളികളുണ്ട്. ഒരു സൈഡിലായിട്ട് സ്റ്റെയർ കയറി പോകുന്നതിൻ്റെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. തൽക്കാലം ഇതുപോലൊരു സെറ്റപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മൾ നേരത്തെ തന്നെ കാണിച്ചിട്ടില്ലേ ആ ഒരു സോസിൻ്റെ കുപ്പി. അപ്പോൾ ഞാനത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നിങ്ങൾ കാണുന്ന പോത്തോസാണ്. ഇത് സിൽവർ പോത്തോസ്. ഇത് ഞാനൊരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ അത് ബുഷിയായിട്ടൊന്നും വന്നിട്ടില്ല. ഇതൊരു 6 തണ്ടെന്തോട് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് ആക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഹാളിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മണി പ്ലാന്റ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നമുക്ക് ഹാളിലിരിക്കുമ്പോൾ. മണി പ്ലാന്റ് വീട്ടിൽ മണിയൊക്കെ കൊണ്ട് തരും എന്നൊക്കെ പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നല്ല അലങ്കാരത്തിന് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചെടിയാണ്. അകത്തും പുറത്തും ഒക്കെ വെക്കാം. വീടിൻ്റെ അകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇനി സ്റ്റെയർ കയറി പോകുമ്പോൾ ഒരു മണി പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു മണി പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുറ്റത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ റൂമിൻ്റെ ജനൽ തുറക്കുമ്പോൾ എപ്പോഴും ലൈവിൽ ഞാൻ ഈ ഒരു മണി പ്ലാന്റ് കാണിക്കാറുണ്ട്. പക്ഷേ ആ ലൈവിലൊന്ന് ചോദിച്ചിട്ട് ആർക്കും ഇതിൻ്റെ പേരറിയില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അകത്തേക്ക് മാറ്റി. പിന്നെ ജനലിനോട് ചേർന്നിട്ട് ജേഡ് പോത്തോസാണ്. അപ്പോൾ ഈ ജനലിന് നമ്മൾ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജനലിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മണി പ്ലാന്റ് ഫുള്ളും ഈ ജനൽ കമ്പിയിൽ പടർത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ചുമരിൽ ഒരു 3 പാളി ജനലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ജനലിൽ ഫുള്ളും കമ്പിയിൽ ഇത് നന്നായി പടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ കോർണറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പച്ച ഡാർക്ക് ഗ്രീനാണ് ഈ പോത്തോസിൻ്റെ കളറ്. അപ്പോൾ ഈ സൈഡിൽ ഈ അറ്റത്തായിട്ട് നിയോൺ പോത്തോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും അങ്ങോട്ട് പടർത്താമെന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ താഴെയുള്ള നമ്മുടെ എൻജോയ് പോത്തോസിൻ്റെ നല്ല വളർന്നു വന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴയ ഒരു സൈക്കിളിൻ്റെ ഒരു കൊട്ടയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ ആ ഒരു ഹാളിൽ TV വെക്കുന്ന ഹാളിലൊരു ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സിലുണ്ട് അത്.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. വേര് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ തന്നെ മാറ്റും. പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ മണി പ്ലാന്റ് ബുഷിയായിട്ട് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏത് തരം പോട്ടിലെടുത്താലും ഇതുപോലെ നല്ല നീളത്തിൽ വളരും. ഒരു തണ്ട് നട്ടാൽ മതി, ഒരു തണ്ട് തന്നെ നട്ടാൽ നമുക്ക് ബുഷിയായിട്ട് എടുക്കാം. ഞാൻ ഇതിലൊരു 3-4 തണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. നീളത്തിൽ വളർന്ന് വന്നിട്ടുള്ള ഈ തണ്ടുകൾ നമ്മൾ ഏത് തരം പോട്ടിലെടുത്താലും അതിലിങ്ങനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വേര് പൊയ്ക്കോളും. വള്ളികൾ നീളത്തിൽ വളരും തോറും ഇതുപോലെ എത്ര റൗണ്ട് ചെയ്ത് കൊടുത്താലും അത് ബുഷിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സ്ക്വയർ ബോട്ടിൽ എടുക്കണിച്ചെങ്കിൽ അതിലും അതേപോലെ സ്ക്വയർ പോലെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നല്ലൊരു പ്ലാന്റ് ബുഷിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നല്ല തിക്നെസ്സിൽ കിട്ടും. പ്രത്യേകിച്ച് ഇതിനൊരു കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് മണി പ്ലാന്റ്. ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിന് നനവ് കൊടുക്കുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ചെടിയുടെ ബോട്ടിലും ഞാൻ ഹോൾസ് ഇടാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ നനച്ചു കൊടുക്കുക. നനവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുള്ളൂ. അധികം വെള്ളമായാൽ ഇത് കടചീഞ്ഞ് പോവും. അപ്പോൾ അതിനുള്ള ഇട വരുത്തരുത്. ഇതുപോലെ ബോട്ടിൽസിൻ്റെ താഴെ നമ്മൾ ഹോളിടാതെ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. അപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ട് ചെയ്തെടുത്താൽ ഇതേപോലെ തിക്നെസ്സിൽ കിട്ടും കേട്ടോ. കണ്ട, ഈ ബോട്ടിൽസിനൊന്നും ഞാൻ ഹോൾ ഇട്ടിട്ടില്ല. ഇതൊരു കൊക്കക്കോളയുടെ ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ടാണ് അതിൽ മണ്ണ് നിറച്ചിട്ട് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഹോൾസ് ഇട്ടിട്ടില്ല. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ജനലിലോട്ട് നല്ല നീളത്തിൽ പടർത്തിയെടുക്കാം. അല്ലാച്ചാൽ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നല്ല ബുഷിയാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ നന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന പാലുണ്ടല്ലോ, ഇവിടെ ഉപയോഗിക്കുന്നത് മിൽമ ആണ്. അപ്പോൾ മിൽമയുടെ കവറ് ഇതുപോലെ കഴുകിയെടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. അപ്പോൾ ഓരോ ദിവസം ഓരോ ചെടിക്ക് എന്ന വിധമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ പാല് ചേർത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വളം മാത്രമാണ് എൻ്റെ വീട്ടിലെ മണി പ്ലാന്റിൻ്റെ ആഹാരം. ഇത്രയും നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വളരാൻ ഈ ഒരു ടിപ്പ് മാത്രമേ ഉള്ളൂ. ആഴ്ചയിലുള്ള ഒരു ദിവസത്തെ നന മാത്രമാണിത്. ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. വേറെ ഒരു കെയറിങ്ങും മണി പ്ലാന്റിന് കൊടുക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏത് ടൈപ്പ് മണി പ്ലാന്റും ഇതുപോലെ വളർത്താം കേട്ടോ.